ബിഗ് ബോസ് ഹൗസിൽ ഇന്ന് വീക്കെൻഡ് എപ്പിസോഡ് ആയിരുന്നു. അപ്പൊ അതുപോലെ ലാലേട്ടൻ സ്റ്റേജിലെത്തി. ഭയങ്കര സംഭവ ബഹുലമായ കാര്യങ്ങളാണ് ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ നടന്നത്. ആദ്യത്തെ കാര്യം ഗബ്രിയെയും ജിൻഡോയെയും പുറത്താക്കി. അത് രണ്ടാമത്തെ കാര്യം ജാസ്മിന് പൊതിരെ ചീത്ത കിട്ടിയിരിക്കുകയാണ്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഗ്യാസ് തുറന്നിട്ടേന്ന്. അപ്പൊ ബിഗ് ബോസ് ഹൗസിലെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൗസിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത്? ലാലേട്ടൻ കേറി വന്നത് തന്നെ നല്ല കട്ടക്കലിപ്പിലാണ്. കേറി വന്ന ഉടനെ തന്നെ ലാലേട്ടനാണെങ്കിൽ ആൾക്കാരെ ഓരോരുത്തരായിട്ട് പിടിക്കുകയാണ്. അതായത് പവർ ടീമിനെയും അതുപോലെ കിച്ചൺ ടീമിനെയും ഒക്കെ പിടിക്കുകയാണ്. അതായത് ഒരു ദിവസം ബിഗ് ബോസ് ഹൗസിൽ ഇതുപോലെ ഗ്യാസ് ആരോ ഓപ്പൺ ആക്കി വെച്ചിട്ട് ശ്രദ്ധയില്ലാതെ അവിടെ എവിടെ പോയായിരുന്നു. അങ്ങനെ രാത്രി മുഴുവൻ ആ ഒരു ഗ്യാസ് ഓൺ ആയി കിടക്കുമായിരുന്നു. അപ്പൊ എങ്ങനെയോ അത് പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടി ബിബി ടീം തന്നെയാണ് അത് ഓഫ് ചെയ്തത്. പക്ഷെ എന്ത് തന്നെ ആയാലും ആ ഒരു പ്രശ്നത്തെ കുറിച്ചാണ് ലാലേട്ടൻ സംസാരിക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഗ്യാസ് ഒക്കെ പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ അത്രയും വലിയൊരു റിസ്ക് കാര്യങ്ങളാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു കാര്യം നമുക്കറിയാം. അപ്പൊ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ലാലേട്ടനാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തരോടായിട്ട് ചോദിക്കുകയാണ് ഇപ്പൊ ഈ ഒരു കാര്യം, അതായത് ഗ്യാസ് തുറന്നിട്ടത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ആരും തന്നെ ഇതിപ്പോ ആദ്യം കാണുന്ന യമുന റാണി, ശ്രീരേഖ ഉൾപ്പെടെ അവർക്ക് അത് ആരാണെന്ന് ഒരു ഐഡിയയും ഇല്ല, അല്ലെങ്കിൽ കിച്ചൺ അവസാനം വന്നത് ആരാണെന്നും അറിയില്ല എന്നൊരു വാദമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ പവർ ടീമിനോട് ചോദിക്കുന്നു. ജിൻഡോയെ നല്ല രീതിയിൽ വഴക്ക് പറയുന്നുണ്ട്. ജിൻഡോ, നിങ്ങൾ എല്ലാ ദിവസവും ഈ കാര്യങ്ങൾ, അതായത് ഗ്യാസ് ഒക്കെ ഓഫ് ആയോ എന്ന കാര്യങ്ങൾ ചെക്ക് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഈ നടന്ന ദിവസം മാത്രം നിങ്ങൾ ചെക്ക് ചെയ്തില്ലായിരുന്നോ എന്നതുപോലെ ജിൻഡോയോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ജിൻഡോ പറയുന്നതാണ്, ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ പിന്നീട് ജാസ്മിനോട് ചോദിക്കുന്നുണ്ട്. ജാസ്മിനെ, നിനക്ക് എന്താ ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ആരാണ് അവസാനം ഉപയോഗിച്ചത് നിനക്ക് അറിയാമോ എന്ന് ചോദിക്കാണ്. അപ്പൊ ജാസ്മിൻ ആണെന്നുണ്ടെങ്കിൽ എന്താ നാടകം പഠിച്ചു വെച്ചതുപോലെ അറിയില്ല ലാലേട്ട, ഓർമ്മയില്ല ലാലേട്ട എന്നുള്ളൊരു വാക്കുകൾ മാത്രമാണ് സംസാരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഗ്യാസിന്റെ കാര്യം പറഞ്ഞ് ആദ്യം തന്നെ ലാലേട്ടൻ സംസാരിക്കാൻ തുടങ്ങിയതും ജാസ്മിന്റെ മനസ്സിലുള്ള ആ ഒരു പരിഭ്രാന്തി എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. അപ്പൊ ലാലേട്ടൻ പറയുന്നുണ്ട് ഈ ഒരു ഇൻസിഡന്റ് അത് ഇതാരാണ് ചെയ്തതെങ്കിലും അതൊരു മാരകമായ നിയമലംഘനം തന്നെയാണ് കാണിച്ചത്. അപ്പൊ അത് ആരാണത് നമുക്ക് CCTV വഴി നോക്കാം. കാര്യം നിങ്ങൾ 24 മണിക്കൂറും ബിഗ് ബോസ് എന്ന് പറയുന്നത് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടുത്തെ ആ ഒരു ക്ലിപ്പ് അവിടെ പ്ലേ ചെയ്യാണ്. ശ്രീരേഖയും യമുന റാണിയും വന്ന് നോക്കുന്നതും അപ്പൊ ഗ്യാസ് കത്തിയിരിക്കുന്നതായിട്ട് അറിയുന്നതും പിന്നെ 10 മണിക്കൂറിന് മുന്നേ ഉള്ള ആ ഒരു ഇൻസിഡന്റ് ആണ് കാണിക്കുന്നത്. അവിടെ കാണിക്കുന്നത് ജാസ്മിൻ ആണെങ്കിൽ ഒരു മുട്ട പൊരിക്കുന്നു. മുട്ട പൊരിച്ചതിന് ശേഷം ജാസ്മിൻ ഗ്യാസ് ഓഫ് ചെയ്യാതെ തന്നെ വർത്തമാനവും പറഞ്ഞ് ആ ഒരു പാത്രം എടുത്തുകൊണ്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുറച്ച് സമയത്തിന് ശേഷം ആ ഗ്യാസ് അങ്ങ് ഓഫ് ആവുകയാണ്. അപ്പൊ പിന്നീട് എന്താന്ന് വെച്ചാൽ ജാസ്മിൻ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അറിയില്ല ലാലേട്ട, ഞാൻ ഓർത്തില്ല ലാലേട്ട എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. ഇനി ഈ തെറ്റ് ഞാൻ ആവർത്തിക്കില്ല ലാലേട്ട എന്നൊക്കെ പറയാണ്. അപ്പം ഇതുപോലെ ലാലേട്ട കൊടുക്കുന്ന ആ ഒരു കടുത്ത ശിക്ഷ എന്ന് പറയുന്നത് ലക്ഷറി ബഡ്ജറ്റിന്ന് 1000 പോയിന്റ്സ് ആണ് കുറയ്ക്കാൻ പോകുന്നത്. അപ്പം ജാസ്മിൻ അപേക്ഷിച്ച് പറയുന്നുണ്ട്, കഴിഞ്ഞ ആഴ്ചയിൽ ഇതുപോലെ ലക്ഷറി ബഡ്ജറ്റിന്ന് പോയിന്റ് കുറച്ചത് കൊണ്ട് തന്നെ ഉപ്പ് പോലും വാങ്ങിക്കാൻ പൈസ തികഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ലാലേട്ടൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവുന്നില്ല. ലാലേട്ടൻ ജാസ്മിനോട് പറയുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു, ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാതെ നിങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു എന്നൊരു കർശന താക്കീതാണ് ജാസ്മിന് കൊടുക്കുന്നത്. ശേഷം ഗബ്രിയോട് പോയി ജാസ്മിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ റൂമിൽ നിന്ന് ഒരു ശിക്ഷ കൊണ്ടുകൊടുക്കാൻ പറയണം. അപ്പൊ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതൊക്കെ കിട്ടുന്ന സമയത്ത് ജാസ്മിൻ ഒരു ഭയങ്കര അപമാനമായിട്ട് തോന്നും. അടുത്തതായിട്ട് ലാലേട്ടൻ ഭയങ്കരമായിട്ട് ചൂടാവുകയാണ്. നിങ്ങൾ എന്ത് ഗെയിമാണ് ഇവിടെ കളിക്കുന്നത്? ഇത് കുട്ടികളും വീട്ടുകാരും ഒക്കെ കാണുന്നൊരു മര്യാദയുള്ളൊരു ഷോ ആണ്. നിങ്ങൾ എന്തോ മര്യാദയ്ക്കാണോ ഇവിടെ കളിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാണ്. ലാലേട്ടൻ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പൊ ലാലേട്ടൻ നല്ലപോലെ ദേഷ്യപ്പെട്ടിട്ട് ഗബ്രിയോട് പോയി സ്റ്റോർ റൂമിൽ നിന്ന് ഒരു ടാസ്ക് കാർഡ് എടുത്തോണ്ട് വരാൻ പറയാണ്. അപ്പൊ ഗബ്രിയാണെ പോയിട്ട് ആ ഒരു ടാസ്ക് കാർഡ് എടുത്തോണ്ട് വരുന്നു. അപ്പൊ ആ ടാസ്ക് കാർഡിൽ എന്താ എഴുതിയിരിക്കുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാല്, അതായത് ഒരു പ്രേക്ഷകന്റെ അഭിപ്രായമാണ് ബിഗ് ബോസ് എന്ന പരിപാടിയെ കുറിച്ച്. ആ പ്രേക്ഷകൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ജാസ്മിൻ, ഗബ്രി, ജിൻഡോ ഇതുപോലെ എന്ത് അസഭ്യ ഭാഷകളാണ് ഇവര് വർഷിക്കുന്നത്, ഇവർ എന്ത് സ്വഭാവമാണ്, ഈ ബിഗ് ബോസ് ചരിത്രത്തിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട സീസൺ ഇത് തന്നെയെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇത് കുട്ടികളൊത്ത് ഈ ഒരു ഷോ കാണാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു മോശം കമന്റ്, ബിഗ് ബോസിനെ കുറിച്ചുള്ള ഒരു മോശം കമന്റ് തന്നെയായിരുന്നു ഇത്. അപ്പൊ ആ ഒരു കമന്റിന്
ലാലേട്ടനെതിരെയുള്ള ഒരു പ്രതികരണമായിരുന്നു ലാലേട്ടന്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത്. അപ്പൊ ലാലേട്ടൻ പറയാണ്, ഇത്രയും ഒരു ആരോപണം ഇത് ഒരാളുടെ മാത്രം കമന്റ് ആണ്, ഇങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാരാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇതിനർത്ഥം നിങ്ങളൊക്കെ ഈ വീട്ടിൽ കാണിക്കുന്നതിൽ പല പോരായ്മകളും ഉണ്ട്. പിന്നീട് ലാലേട്ടൻ പറയുന്നത് ഒരു 18+ എന്ന് പറഞ്ഞൊരു ഒരു എന്താ മാല, മെഡൽ പോലത്തെ ഒരു സാധനം. അപ്പൊ അത് കൊണ്ടുവന്ന് ഈ വീട്ടില് 18+ ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാരെ ആരാണെങ്കിലും അവർക്ക് ചാർത്തി കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ ഹൗസിലെ ഓരോ അംഗങ്ങളും ഇതുപോലെ മാലകൾ ഓരോരുത്തർക്കായിട്ട് ചാർത്തി കൊടുക്കുവാണ്. ഏറ്റവും അധികം മാലകൾ കിട്ടുന്നത് ജിൻഡോ തന്നെയാണ്. ജിൻഡോ ഒരുപാട് അസഭ്യ വാക്കുകൾ പറയാറുണ്ട്, ചീത്ത വിളിക്കാറുണ്ട്, പിന്നെ തോന്നിവാസങ്ങൾ പറയാറുണ്ട് എന്ന് തന്നെയാണ് ഭൂരിഭാഗം ഹൗസ് മെമ്പേഴ്സിന്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്. പിന്നീട് അതുപോലെ കിട്ടുന്നത് ഗബ്രിക്കാണ്. ഗബ്രിക്ക് 3 കിട്ടും. പിന്നീട് ജാസ്മിനും 2 കിട്ടുന്നുണ്ട്. ജോൺമണിക്ക് 1 കിട്ടുന്നുണ്ട്. അപ്പൊ ഇത്രയും പേർക്കായിരിക്കും ഈ ഒരു ഇത് മെഡൽ കിട്ടുന്നത്. മെഡൽ കിട്ടിയതിന് ശേഷം ലാലേട്ടൻ പറയാണ്, അപ്പൊ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല, നിങ്ങൾ ചെയ്തിരിക്കുന്നത് വളരെ വലിയ തെറ്റാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനൊരു വലിയ ശിക്ഷയുമുണ്ട്. എന്റെ തീരുമാനം, അതായത് ഞാൻ പേഴ്സണലി എടുത്തൊരു തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും, അതായത് ജിൻഡോയും ഗബ്രിയും ഇപ്പോൾ തന്നെ ഷോയിൽ നിന്ന് പുറത്ത് വരണം എന്നുള്ളൊരു തീരുമാനം ഞാൻ തന്നെ ഡയറക്റ്റ് എവിക്റ്റ് ചെയ്യുവാണെന്ന് പറയാണ്. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങാൻ പോകുന്നുണ്ട്. ഹൗസ് മെമ്പേഴ്സ് എല്ലാം ഭയങ്കരമായിട്ട് ഷോക്ക്ഡ് ആവുന്നുണ്ട്. ഇതെന്താ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചു എന്ന് വിചാരിച്ച് അവരെങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ലാലേട്ടനാണെന്നുണ്ടെങ്കിൽ അവരെ പുറത്തോട്ട് വിളിക്കുന്നുണ്ട്. ഇവരെ പുറത്തോട്ട് വിളിച്ചതിന് ശേഷം ഒരു ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചു വരുന്ന ലാലേട്ടൻ ഈ ഒരു സംഭവമേ നടന്നിട്ടില്ല, അതായത് ഗബ്രിക്കും ജിൻഡോയ്ക്കും എന്തോ പറ്റി എന്നുള്ളൊരു കാര്യമേ സംസാരിക്കാതെ ലാലേട്ടൻ ആ ഒരു ഹൗസിലേക്ക് പോകുന്നതിന് മുമ്പേ പറയുന്നുണ്ട്, അതായത് കുറച്ചു നേരം അവരൊക്കെ ഒന്ന് ടെൻഷൻ അടിക്കട്ടെ, ഇത്തരം പ്രവർത്തനങ്ങളെ ഇനിയും കാണിക്കത്തില്ലെന്ന് അവരെനിക്ക് ഉറപ്പ് തരട്ടെ, ഇത് അവരെ ഒരു ഭയപ്പെടുത്താനുള്ള ഒരു കാര്യമാണെന്ന് ലാലേട്ടൻ ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനുശേഷമാണെങ്കിൽ ലാലേട്ടൻ ഒരു ടാസ്ക് ആണ് ഹൗസിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ടാസ്ക് ആണ് കൊടുത്തിരിക്കുന്നത്. അതൊരു ഫണ്ണി ടാസ്ക് ആയിട്ട്, ഈ ഒരു സ്ട്രെസ്സിൽ നിന്ന് അവരെ റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫണ്ണി ടാസ്ക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സംഭവം എന്താന്ന് വെച്ചാല് ഓരോ സിനിമയുടെ ഡയലോഗോ അല്ലെങ്കിൽ പാട്ടുകളോ എന്തെങ്കിലും ഒരു കാർഡിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതിനകത്തുനിന്ന് ഇപ്പം അത് ഏതെങ്കിലും ലാലേട്ടന്റെ ഒരുപാട് സിനിമകളുടെ ഡയലോഗ് ആയിരിക്കും അല്ലെങ്കിൽ പാട്ടായിരിക്കും അതിനകത്തുള്ള. അപ്പൊ ഒരു പാട്ടെന്ന് പറയുന്നത് സന്തോഷം തരുന്ന പാട്ടാണെങ്കിൽ ആ പാട്ട് വിഷമത്തിൽ പാടി അഭിനയിക്കണം. അല്ലെങ്കിൽ സന്തോഷം തരുന്ന ഡയലോഗ് ആണെങ്കിൽ അത് അട്ടഹസിച്ചുകൊണ്ട് അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അഹങ്കാരത്തോടെയോ അങ്ങനെ പല ഭാവങ്ങളില്, വ്യത്യസ്തമായ ഭാവങ്ങളില് ആ ഒരു കാര്യം അഭിനയിക്കണം എന്നായിരുന്നു ഒരു ടാസ്ക് എന്ന് പറയുന്നത്. അഭിനയിക്കാൻ പണ്ടേ മിടുക്കരായ നമ്മുടെ ബിഗ് ബോസ് താരങ്ങള് ആ ഒരു ടാസ്ക് എന്ന് പറയുന്നത് മനോഹരമായിട്ട് തന്നെ ചെയ്തു. ലാലേട്ടന് ഒരുപാട് ഇംപ്രസ്ഡും ആണ്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെയും ഒരു ബ്രേക്ക് കഴിഞ്ഞ് വരുന്ന ലാലേട്ടനാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മുടെ ജിൻഡോയും ഗബ്രിയും ഇങ്ങനെ കണ്ണുകെട്ടി വെച്ചേക്കുവാണ്. അപ്പൊ അവരോടാണ്, ഈ ആക്ടിവിറ്റി ഏരിയ നിൽക്കുന്ന ജിൻഡോയോടും ഗബ്രിയോടുമാണ് സംസാരിക്കുന്നത്. നിങ്ങൾ എന്തൊക്കെയാണ് കാണിച്ചത്, ആ ഒരു പ്രേക്ഷകന്റെ അഭിപ്രായം നിങ്ങൾ വായിച്ചതല്ലേ, നിങ്ങൾ ചെയ്തത് തെറ്റായിട്ട് തോന്നുന്നുണ്ടോ എന്നൊരു കാര്യം ചോദിക്കുകയാണ്. അപ്പൊ ഗബ്രി തുറന്ന് സമ്മതിക്കുന്നുണ്ട്, ഗബ്രി ചെയ്തത് തെറ്റ് തന്നെയാണ്, ഒരുപാട് വീഴ്ചകൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് ഏറ്റു പറയണം. അപ്പൊ ജിൻഡോയും പറയുന്നുണ്ട്, ലാലേട്ട ഞാനാണെങ്കിൽ ഫസ്റ്റ് വീക്കില് ഇതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിനുശേഷം ഞാൻ നന്നായിട്ട് തന്നെയാണ് നിന്നത്, ഞാൻ മോശമായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നിങ്ങനെ പറയണം. അപ്പൊ ലാലേട്ടൻ പറയുന്നുണ്ട്, മോശമായിട്ട് നിങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇത്ര ആൾക്കാർ നിങ്ങളുടെ പേര് പറയുന്നത് എന്നൊരു കാര്യം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം ജിൻഡോയ്ക്കാണെങ്കിൽ എന്തൊക്കെയോ എപ്പോഴും ജിൻഡോയുടെ ഒരു ക്യാരക്ടർ നമുക്ക് മനസ്സിലാകുന്നത് വെച്ചാല് എന്ത് കാര്യം ഉണ്ടെങ്കിലും പുള്ളിക്കാരനാണെങ്കിൽ സ്വയം ഇങ്ങനെ സ്വന്തം ഭാഗം ന്യായീകരിക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അതേ കാര്യം തന്നെ നമ്മള് ജിൻഡോ വീണ്ടും ആവർത്തിക്കുകയാണ്. അപ്പൊ രണ്ടുപേരും വീണ്ടും ഒരു അവസരത്തിന് വേണ്ടി ലാലേട്ടനോട് യാചിക്കുന്നുണ്ട്. അപ്പൊ ലാലേട്ടൻ പറയുന്നുണ്ട്, അത് എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റുന്ന ഒരു തീരുമാനമല്ല, ആ ഒരു തീരുമാനം എന്ന് പറയുന്നത് എന്താ പറയാ ബിഗ് ബോസും അതുപോലെ ഹൗസിലെ നിങ്ങളുടെ വീട്ടിലെ ആൾക്കാരും എല്ലാവരോടും തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഈ ഒരു സംഭാഷണത്തിന് എനിക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു സംഭവം എന്ന് വെച്ചാല് ഈ പറഞ്ഞ ജിൻഡോ ആണെന്നുണ്ടെങ്കിൽ ഗബ്രി അങ്ങ് കെട്ടിപ്പിടിച്ച് എന്താ പറയാ, ഞങ്ങൾ രണ്ടുപേരും ഒന്ന് വെറുതെ വിടണം ലാലേട്ട, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒന്ന് ക്ഷമിക്കണം ലാലേട്ട, ഞങ്ങൾ ഈ ഒരു അവസ്ഥയിൽ പുറത്തു പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇമേജിനെ അതിന് ഗുരുതരമായിട്ട് ബാധിക്കും, അതുകൊണ്ട് ഞങ്ങളെ ഇപ്പൊ പുറത്ത് വിടല്ലേ എന്ന് ജിൻഡോയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ലാലേട്ടനോട് അപേക്ഷിക്കുന്ന ജിൻഡോയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
അപ്പൊ ആ ഒരു ഇൻസിഡന്റിൽ നിന്ന് എനിക്ക് ഇന്നലത്തെ പല കാര്യങ്ങളും ഇങ്ങനെ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വന്നു. സംഭവം എന്താന്ന് വെച്ചാല് ഇന്നലെ ഒരു ബാഡ്ജ് കുത്താൻ നിന്ന സമയത്ത് ബോഡി ടച്ച് ചെയ്യാൻ വേണ്ടിട്ട് ഗബ്രി സമ്മതിച്ചില്ല. അപ്പൊ ആ ഒരു കാര്യം എന്താ ഇപ്പം ഗബ്രിക്ക് ഒന്നും മിണ്ടാനില്ലേ, വാ തുറന്നൊന്നും ഇപ്പൊ ഗബ്രി പറയുന്നില്ലല്ലോ, ജിന്റെ കെട്ടിപ്പിടിച്ചതിന് ഇപ്പൊ ഗബ്രിക്ക് പ്രശ്നമില്ലേ. അപ്പൊ അതൊരു ഗെയിം, ഗബ്രിയുടെ ആ ഒരു ഗെയിം, ആ ഒരു വൃത്തികെട്ട ഗെയിം അവിടെ പൊളിയുവാണ്. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഹൗസ് മെമ്പേഴ്സിനോട് ചോദിക്കുവാണ്, അതായത് ഇവരെ രണ്ടുപേരെയും തിരിച്ചു കൊണ്ടുവരണോ, നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ഹൗസ് മെമ്പേഴ്സിനോട് ചോദിക്കാണ്. അപ്പൊ ചോദിക്കുന്ന സമയത്ത് ഹൗസിൽ എല്ലാവരും, ജാസ്മിൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ, ജാസ്മിൻ പറയുന്നു എന്തായാലും രണ്ടുപേരെയും കൊണ്ടുവരണം, തെറ്റ് എല്ലാവരുടെയും ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട്, രണ്ടുപേരും തിരിച്ചു വരണമെന്ന് തന്നെയാണ് ആഗ്രഹം എന്നാണ് എല്ലാ ഹൗസ് മെമ്പേഴ്സിലെ എല്ലാ ആൾക്കാരും പറയുന്നത്, ഒരാൾ ഒഴികെ. ആ ഒരാളെന്ന് പറയുന്നത് നോറയായിരിക്കും. നോറ പറയുന്നത് ജിൻഡോയെയും ഗബ്രിയെ തിരിച്ചു കൊണ്ടുവരാൻ പാടില്ല, കാരണം അവർ രണ്ടുപേരും വളരെ മോശമായ കാര്യങ്ങളാണ് ഈ വീട്ടിനുള്ളിൽ സംസാരിക്കുന്നത്, അതുകൊണ്ട് രണ്ടുപേരെയും കൊണ്ടുവരാൻ പാടില്ല എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഇതുപോലെ മോഹൻലാല് നോറയോട് ചോദിക്കുന്നുണ്ട്, അതങ്ങനെ എന്ത് പറയാൻ സാധിക്കും, കാരണം വെച്ചാൽ നിങ്ങൾ ഒറ്റയ്ക്കാണ് ഈ ഒരു കാര്യം പറഞ്ഞത്, കാര്യം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേറെ ഒരു ഹൗസ് അംഗങ്ങളും അങ്ങനെ പറയുന്നില്ല. പക്ഷെ നോറയുടെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചിരിക്കുകയാണ്. പിന്നീട് ഒരു ഡിസ്കഷനൊക്കെ ശേഷം ലാലേട്ടൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് അവസാനമായി ഒരു അവസരം കൂടെ നൽകിയിരിക്കുവാണ്, അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരെയും ഹൗസിനകത്തേക്ക് കയറ്റി വിടും. അപ്പൊ നോറയാണെങ്കിൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല, ലാലേട്ടൻ എടുത്തോണ്ട് പോയ ലാലേട്ടൻ ഇവര് രണ്ടുപേരും തിരിച്ചു വിടുമെന്നുള്ള കാര്യം നോറ ഒട്ടും പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല. ഇഞ്ചി കടിച്ച പോലെ ഇരുന്ന സീറ്റിൽ തന്നെ ഇരിക്കേണ്ടി വന്നു പോയി നോറയ്ക്ക്. അതിനുശേഷമാണെങ്കിൽ അടുത്തതായിട്ട് ഈ ഒരു ആഴ്ചയിലെ എവിക്ഷൻ പ്രക്രിയയിലോട്ടാണ് കടക്കുന്നത്. അപ്പൊ എവിക്ഷനിലാണെങ്കിൽ വന്നിരിക്കുന്ന ആൾക്കാരിൽ ആദ്യം തന്നെ ലാലേട്ടൻ സേവ് ചെയ്യുന്നത് ശ്രീധുവിനെയാണ്. എന്നിട്ട് ബാക്കി വന്ന ആൾക്കാർക്ക് വേറൊരു ടാസ്ക് കൊടുക്കുന്നുണ്ട്. ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ആക്ടിവിറ്റി ഏരിയയിൽ ഒരു കറങ്ങുന്ന ഒരു സർക്കിള് കാണും, അതിനകത്ത് അവരിൽ പലരുടെയും മുഖത്തിന് മേളിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടാവും. അപ്പൊ അവിടെ പോയിട്ട് ഒരു ഡൈസ് ഇട്ടിട്ട് ആ ഡൈസിൽ എത്ര നമ്പറാണോ വീഴുന്നത് എന്നുള്ളത് ആ നമ്പര് ആ നമ്പറിൽ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന ആ ഒരു വ്യക്തിയുടെ മുഖം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയായിരിക്കും ഈ ഒരു ഗെയിമിൽ സേവ് ആവാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ ഒരാഴ്ച എവിക്ഷനിൽ നിന്ന് ഒഴിവാകുന്നത്. അങ്ങനെ ഒഴിവാകുന്ന ആളെ ഈ പോയി ഡൈസ് ഇടുന്ന ആള് പോയിട്ട് ഒരു റോസാപ്പൂ കൊടുത്ത് സ്വീകരിക്കണം എന്നതായിരുന്നു ഗെയിം. അപ്പൊ ആ ഒരു ഗെയിമില് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം തന്നെ നമ്മൾ സേവ് ആവുന്നത് അപ്സരയാണ്. അപ്സര ഗബ്രിക്കും, ഗബ്രി അപ്സരയ്ക്കും റോസാപ്പൂക്കൾ കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതുപോലെ ഗതികെട്ട അവസ്ഥ സംഭവിക്കുന്നത് നോറയ്ക്കാണ്. നോറയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ജാസ്മിനാണ്. അപ്പൊ നോറ പോയി ഡൈസ് ഇടുന്ന സമയത്ത് സേവ് ആവുന്നത് ജാസ്മിനാണ്. അതുകൊണ്ട് തന്നെ നോറ റോസാപ്പൂ കൊടുത്ത് ജാസ്മിന് കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു രംഗമൊക്കെ ഉണ്ട്. അങ്ങനെ ആ ഒരു ആക്ടിവിറ്റിയും കഴിഞ്ഞ് അവസാനം അവശേഷിച്ച 3 വ്യക്തികളായിരിക്കും. അതൊന്ന് ഋഷി, നോറ, പിന്നെ യമുന റാണി. അപ്പൊ ഇവർക്ക് 3 പേർക്ക് കൂടെ മറ്റൊരു ടാസ്ക് ആണ് കൊടുത്തിരിക്കുന്നത്. അവര് വെളിയിൽ ഗാർഡൻ ഏരിയയിൽ വന്ന് നിൽക്കുക, എന്നിട്ട് അവര് 3 പേര് അവരുടെ കൈകള് അവരുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ബോക്സിൽ ഇടുക. ആരുടെ കയ്യിലാണോ ചുമന്ന കളർ പുരളുന്നത് അവരായിരിക്കും ഈ ഒരു ഗെയിമിൽ തോക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ആഴ്ച ഔട്ട് ആവുന്നത് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു ആക്ടിവിറ്റി നടന്നതിന് ശേഷം യമുന റാണി പുറത്താവുകയാണ് എന്നറിഞ്ഞത് ജാൻമണി ഒറ്റയടിക്ക് അങ്ങ് ബോധം കെട്ട് വീഴുന്നുണ്ട്. ജാൻമണി അങ്ങ് തറയിൽ കിടന്ന് ഉരുണ്ടങ്ങ് കരയുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്രയും ചിലപ്പോൾ പുള്ളിക്കാരിക്ക് വിഷമം തോന്നിയിട്ട് തന്നെ ആയിരിക്കും. യമുന റാണിയായിട്ട് അത്ര ക്ലോസ് ആയിരിക്കും. പിന്നീട് ഇതുപോലെ യമുനയെ തിരിച്ച് സ്റ്റേജിലേക്ക് വിളിച്ച് ഹൗസ് മെമ്പേഴ്സിനെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് അവസാനമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. യമുന റാണി അതിനെ കുറിച്ച് എല്ലാം സംസാരിച്ചിട്ട് വളരെ സന്തോഷവതിയായിട്ട് തന്നെ ഹൗസിൽ നിന്ന് വിട പറയുകയാണ്. പിന്നീട് ലാലേട്ടൻ ബിഗ് ബോസ് ഹൗസിലെ അംഗങ്ങളോടും യാത്ര പറഞ്ഞ് പിന്നീട് നമ്മളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നാളത്തെ എപ്പിസോഡിൽ വൻ ടെസ്റ്റുകളാണ് നടക്കാൻ സംഭവിക്കുന്നത്. അതിനെ കുറിച്ചുള്ള ഒരു ക്ലൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ജാൻമണിയെ നാളെ പൊരിക്കും. കാരണം എന്ന് വെച്ചാൽ ജാൻമണി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ആർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പൊ ജാൻമണിക്ക് നാളെ എന്തായാലും ഇന്ന് ജാസ്മിന് കിട്ടിയ അത്രയും, അല്ലെങ്കിൽ അതിനൊപ്പം തന്നെ എന്തായാലും നാളെ ജാൻമണിക്കും കിട്ടും. അതിനൊപ്പം തന്നെ 6 വൈൽഡ് കാർഡ് എൻട്രികളുടെ കാര്യവും ഈ പറഞ്ഞ ലാലേട്ടൻ പറഞ്ഞായിരുന്നു. അപ്പൊ 6 പേര് ആരൊക്കെയാണെന്ന് ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ കണ്ട് നമ്മള് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. ഒരു ഗേ ആയിട്ടുള്ള ഒരു പുള്ളിക്കാരനുണ്ട്, പിന്നെ ഒരു LGBTQ കമ്മ്യൂണിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരാള്, പിന്നെ മോഡൽസ് ഉണ്ട്,
ഒരു ഡാൻസർ ഉണ്ട്, പിന്നെ സീക്രട്ട് ഏജന്റ് നമ്മൾ അത്യാവശ്യം ഫേമസ് ആണെന്ന് തോന്നുന്നു. അപ്പൊ സീക്രട്ട് ഏജന്റ് ഉണ്ട്. അങ്ങനെ 6 പേരാണ് ആ ഒരു ഹൗസിലേക്ക് ഈ കടക്കാൻ പോകുന്നത്. അപ്പൊ ഇവരെല്ലാരും കൂടെ ആ ഹൗസിനെ ഇനി എന്താക്കും എന്നുള്ളൊരു കാര്യം എന്ന് പറയുന്നത് കണ്ടറിഞ്ഞു തന്നെ ഇരിക്കണം. നിങ്ങൾക്ക് എന്റെ റിവ്യൂവും കാര്യങ്ങളും ഒക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, ബൈ ബൈ.